കൗ അഥവാ ബഫലോയുടെ മീറ്റിനെ ബീഫ് എന്നും ഷീപ്പ് അഥവാ ഗോട്ടിൻ്റെ മീറ്റിനെ മട്ടൻ എന്നും പിഗിൻ്റെ മീറ്റിനെ പോർക്കെന്നും വിളിക്കാൻ എന്താണ് കാരണമെന്ന് കുറേ ആളുകൾക്കെങ്കിലും അറിയാത്ത ഒരു വസ്തുതയാണെന്ന് എനിക്കിന്ന് കൃത്യമായിട്ട് മനസ്സിലായി. ഇതിൻ്റെ പേര് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നറിയണമെങ്കിൽ നമ്മൾ കുറച്ച് പിന്നിലേക്ക് പോകണം. 11-ാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ കാരണം നമുക്ക് മനസ്സിലാവും. 11-ാം നൂറ്റാണ്ടിൽ നോർമൻ വില്യം രാജാവ് ഇംഗ്ലണ്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. ഫ്രഞ്ച് മാത്രം അറിയാവുന്ന വില്യം രാജാവും ശിങ്കിടികളും കൂടി ഇംഗ്ലീഷ് മാത്രം അറിയാവുന്ന ഇംഗ്ലണ്ടുകാരെ ഭരിക്കാൻ തുടങ്ങി. അങ്ങനെ കൊട്ടാരങ്ങളെല്ലാം കയ്യേറി അവിടെ ഭരണം തുടങ്ങിയ നോർമൻ വില്യം രാജാവിന് ഫ്രഞ്ച് മാത്രമേ അറിയാവുള്ളൂ. അദ്ദേഹം ഭരിക്കുന്നത് ഇംഗ്ലണ്ടിലെ ഇംഗ്ലീഷുകാരെയാണ്. ഇംഗ്ലീഷുകാർ അവരുടെ നാട്ടിൽ നിന്ന് വെട്ടി സൈസാക്കി പീസാക്കി കൊണ്ടുവരുന്ന പശുവിന്റെ ഇറച്ചി, അതായത് കൗ മീറ്റ്, കൊട്ടാരത്തിലെ തീന്മേശയിൽ എത്തുമ്പോൾ ഫ്രഞ്ച് ഭാഷയിലായി മാറുന്നു. അവിടെ എത്തുമ്പം കൗവിന്റെ മീറ്റ് ബീഫായി മാറുന്നു. കൗവിന്റെ മീറ്റിന് ഫ്രഞ്ചിൽ പറയുന്നത് ബോഫ് എന്നും പിന്നെ ആടിന്റെ മീറ്റിനെ മോട്ടൻ എന്നും പന്നിയുടെ മീറ്റിനെ പോർക്ക് എന്നുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സാധനങ്ങളാണ് ലോപിച്ച് ഇവിടെ വന്നപ്പം ബീഫായതും മട്ടനായതും പോർക്കായതും. പിന്നെ വേറൊരു സംഗതി കൂടി പറയാനുണ്ട്. ഇംഗ്ലണ്ടുകാരെ നമ്മൾ ഈ കാണുന്ന സംസ്കാരവും പിന്നെ ടേബിൾ മാനേഴ്സും എല്ലാം പഠിപ്പിച്ചത്, അതായത് നൈഫും ഫോർക്കും ഉപയോഗിച്ച് കഴിക്കാനും എല്ലാം പഠിപ്പിച്ചത് ആരാണ്? ഈ ഫ്രഞ്ചുകാരാണ്. നമ്മുടെ ഓൺ ദ ഒറിജിൻ ഓഫ് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ചാപ്റ്റർ എനിക്ക് 3rd സെമ്മിലും സംതിങ് പഠിക്കാനുണ്ടായിരുന്നു. അത് പഠിക്കാനില്ലെങ്കിലും നമുക്കെല്ലാം അറിയേണ്ട കാര്യമാണ്. ഇംഗ്ലീഷ് ഭാഷയുടെ 29% വാക്കുകളും ഉത്ഭവിച്ചിരിക്കുന്നത് ഫ്രഞ്ചിൽ നിന്നാണ്. 29% തന്നെ ലാറ്റിനിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുണ്ട്, ജർമ്മനാറ്റിക്കിൽ, അങ്ങനെ പല ഭാഷകളിൽ നിന്നും വന്ന ഒരു കൾമിനേറ്റഡ് ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അപ്പം ഈ ബീഫ്, മട്ടൻ, പോർക്ക് എല്ലാം വില്യം രാജാവിൻ്റെ സംഭാവനയാണ്.